നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാങ്ങിങ് അഥവാ തൂങ്ങി മരണം. ഇങ്ങനെ ഒരു മരണം നമ്മൾ കണ്ടാൽ നമ്മൾ എന്ത് രക്ഷാപ്രവർത്തനം നടത്തണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ, മരണം ഒന്നിനുമൊരു പരിഹാരമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തേ പറ്റുള്ളൂ. കാരണം ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത്, അതിനെ ധൈര്യപൂർവ്വം നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ മരണം അതിന് ഒന്നിനും ഒരു കാരണമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ കയറ് കെട്ടുന്ന സമയത്ത് കഴുത്തിന് ചുറ്റുമാണല്ലോ കെട്ടുക. അങ്ങനെ കെട്ടുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഉള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കാരണം ആ കുരുക്ക് മുറുങ്ങിയിട്ട് കഴുത്തിന് ചുറ്റും കഴുത്തിനുള്ളിലുള്ള രക്തക്കുഴലുകൾ അടഞ്ഞിട്ടാണ് ഓക്സിജൻ ഒന്നും തലച്ചോറിൽ എത്താത്തൊരവസ്ഥ ഉണ്ടായിട്ടാണ് സാധാരണ ഈ ഹാങ്ങിങ് അല്ലെങ്കിൽ തൂങ്ങി മരണത്തിൽ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മരണം സംഭവിച്ച് അതിൽ നമ്മൾ രക്ഷാപ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് നമ്മൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടാൽ അവർ പെട്ടെന്ന് തന്നെ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് എത്രത്തോളം അവരെ രക്ഷിക്കാൻ പറ്റും എന്നത് വളരെ സംശയമാണ്, വളരെ സാധ്യത കുറവ് തന്നെയാണ്. അത് ഒരാളെ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കാല് പൊക്കി കുറച്ച് ഉയരത്തോട്ട് പൊക്കി പിടിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആ കുരുക്കൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാലൊന്ന് മെല്ലെ പൊക്കി മുകളിലോട്ട് പിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹെൽപ്പിന് ആളെ വിളിക്കുക. ആളെ വിളിച്ചിട്ട് വേഗം ആ കയറ് അറുത്തിട്ട് ആ കുരുക്ക് അഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക അവർക്ക് ബോധമുണ്ടോ, അവരുടെ ബ്രീത്തിങ് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ CPR കൊടുക്കുക. CPR കൊടുത്തുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ.